ഹലോ. ചിട്ടയായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അഥവാ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പ്ലാൻ ചെയ്യുക എന്നുള്ളത് പേഴ്സണലി എനിക്കും ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും അത് സാധ്യമാവാറില്ല. ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റായിട്ട് വെക്കുമ്പോൾ അതിൽ ചില പാകപ്പിഴകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എഴുതി വെക്കുന്ന ടു ഡു ലിസ്റ്റ് അതേപോലെ ഫോളോ ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കാത്തത്. ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്ന മിക്കവാറും എല്ലാവരും ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 മിസ്റ്റേക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 മിസ്റ്റേക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കാനും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം ചെയ്യണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തെ ടാസ്കുകൾ എഴുതി വയ്ക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഇതിലേതാണ് പ്രധാനപ്പെട്ട കാര്യം, ഏതാണ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തു തീർക്കേണ്ട കാര്യം എന്നുള്ളത് പലപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുന്നതിൽ നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട്. അതുതന്നെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് ഏത് കാര്യമാണോ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തു തീർക്കേണ്ടത്, ഏതാണോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് മാർക്ക് ചെയ്ത് വെക്കാതിരിക്കുക. പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് ബുക്സ് എഴുതിയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രയോറിറ്റൈസിങ് ടാസ്ക്സ് എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് മിക്കവാറും 3 കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് ടാസ്ക് ചെയ്യാനുണ്ടാവുമ്പോൾ എല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റില്ല. അത് എഴുതി വയ്ക്കുമ്പോൾ നമുക്കും അറിയാം, എന്നാലും നമ്മളത് എഴുതി വയ്ക്കുന്നത് ഒരാഗ്രഹം കൊണ്ടാണ്, അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ടാസ്ക് ചെയ്യാനായിരിക്കും നമ്മുടെ ബ്രെയിനിന് എപ്പോഴും താല്പര്യം. ഏറ്റവും ഈസി ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളതുമായിട്ടുള്ള ടാസ്ക് ആദ്യം ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അതിനായിട്ടാണ് നമ്മളിങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഇനി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളൊന്ന് ടിക്ക് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം എഴുതുന്നത് ഈ 3 കാര്യങ്ങളായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് താഴെ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് എളുപ്പം മനസ്സിലാക്കാനും അത് ചെയ്തു തീർത്തതിന് ശേഷം ബാക്കിയുള്ള സമയത്താണ് ഇനി നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ടുള്ളത് ആദ്യം അറിയാതെ ചെയ്തു പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് അങ്ങനെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതിൽ നമ്മുടെ ടൈമും എഫേർട്ടും ഒരുപോലെ ഫോക്കസ് കൊടുത്തിട്ട് ആ ചെയ്യേണ്ട കാര്യം എഫിഷ്യൻ്റായിട്ട് ചെയ്തു തീർക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ തന്നെ ഒരുമാതിരി നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഫിനിഷായ പോലത്തെ ഒരു റിലാക്സേഷൻ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ മിക്കവാറും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് തന്നെയായിരിക്കും ഈ 3 ടാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ ഒരുപക്ഷെ മടിയുള്ളതായിരിക്കാം. അപ്പോൾ അതിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച് നാളത്തേക്ക് മാറ്റി ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് അത് ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് ചെയ്തു തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു തീർക്കാനായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഒരു പരിധിവരെ ഒഴിവാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ 3 കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യത്തിനെ കുറിച്ചാണ്. ഈ രണ്ടാമത്തെ കാര്യവും ആദ്യത്തേതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നോ ഫോക്കസ് എന്നുള്ളതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്. നോ ഫോക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, എന്നാൽ അതെങ്ങനെയാണ് ചെയ്തു തീർക്കേണ്ടത്, ഏത് ഓർഡറിലാണ് ചെയ്തു തീർക്കേണ്ടത് എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണയില്ലാതെ വെറുതെ കാര്യം ചെയ്യണമെന്ന് മാത്രം നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് ചെയ്യണമെന്ന് മാത്രം നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫോക്കസ് ഇല്ലാത്തത് കൊണ്ട് ആ പ്രവൃത്തി ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടാസ്ക് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ കിടക്കും എന്നല്ലാണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനി ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് ഓർഡറിലാണോ നിങ്ങൾക്ക് ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത് ആ ഓർഡറിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ട പ്രവൃത്തിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ഫോക്കസ് കൊടുത്തിട്ട് ആ കാര്യം ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്കത് തീർക്കാൻ പറ്റും, നമ്മളുടെ ടു ഡു ലിസ്റ്റിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അടുത്തത് 2 ജനറൽ ആയിട്ടുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ
ചില ആളുകൾ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുമ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു ടാസ്ക് അല്ല, അത് എങ്ങനെ ചെയ്യണമെന്ന് അഥവാ ഏത് ഓർഡറിൽ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ്. നമുക്ക് ഏതാണോ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ആ രീതിയിൽ കൂടിയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. അല്ലാണ്ട് ഒരു ബിഗ് ടാസ്ക് അങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എക്സാമ്പിളായിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യണം എന്ന് എഴുതി വയ്ക്കുന്നതിന് പകരം ആ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് റിസർച്ച് ചെയ്യേണ്ടി വരും അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ്, എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ പോയിൻറ്റ്സ് കളക്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഡാറ്റ കിട്ടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഈ കളക്ട് ചെയ്ത കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം, പിന്നെ ഇത് എഴുതണം, എഴുതിയത് നമ്മൾ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏറ്റവും അവസാനം നമ്മൾ പ്രോജക്റ്റ് കംപ്ലീഷൻ എന്ന് പറയുന്ന അവസാനത്തെ ടാസ്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ടു ഡു ലിസ്റ്റിൽ തന്നെ നമ്മൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരുപാട് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് അതിന് മുമ്പേ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു നമ്മൾ ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ആ വലിയൊരു ബിഗ് ടാസ്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ റിസർച്ച് എന്നുള്ളതാണ് ഫോക്കസ് ചെയ്തിട്ട്, അഥവാ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതി വയ്ക്കണം ടു ഡു ലിസ്റ്റിൽ. അല്ലാതെ ഒരു ബിഗ് ടാസ്ക് അങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയ ടാസ്കിൻ്റെ ഏത് ചെറിയ പോർഷനാണോ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ പോർഷനാണ് ടു ഡു ലിസ്റ്റിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആ ടാസ്ക് ചെയ്തു തീർക്കാനും അതിലൂടെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചു, എന്നാൽ ഇതെപ്പോൾ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അതാണ് അടുത്ത മിസ്റ്റേക്ക്. അതായത് ഒരു ടൈം ബ്ലോക്കിംഗ് കൊടുക്കാതെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്കറിയാം, എന്നാൽ ഇതിനുള്ള ടൈം എപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റി വലിയ ധാരണയില്ലാണ്ട് നമ്മളൊരു ലിസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അതിനനുസരിച്ച് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ? വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതൊട്ടും പോസിബിൾ ആവില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതേപോലെ ഫോളോ ചെയ്യണമെന്ന് നമ്മളെ തന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യില്ല. അതിനേക്കാൾ നല്ലതാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നതും ടൈം ടേബിൾ തയ്യാറാക്കുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാവും. ഇന്ന ടൈമിന് ഇന്ന കാര്യം ചെയ്യണമെന്നതിനേക്കാൾ ഉപരി രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് എന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈം എഴുതി വയ്ക്കുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഉത്സാഹം കുറച്ച് കൂടും. അത് ഇന്ന സമയത്തിനുള്ളിൽ തീർത്താൽ മതിയല്ലോ എന്ന് പറയുന്ന ഒരു റിലാക്സിങ് ഫീലിങ്ങും ഉണ്ടാവും. അതേസമയം അത് ചെയ്യണമല്ലോ എന്ന് പറയുന്ന ചിന്തയും നമുക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ മോർണിംഗ് ഷെഡ്യൂളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ആഫ്റ്റർനൂൺ ഷെഡ്യൂളിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, കിടക്കുന്നതിന് മുന്നേ നമ്മൾ നൈറ്റ് ഷെഡ്യൂളായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണ് ലിസ്റ്റ് എഴുതി വെക്കേണ്ടത്. അല്ലാതെ ഒട്ടും ടൈം കണ്ടെത്താതെ അഥവാ ടൈമിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ടാസ്ക് ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലതാണ് നമ്മൾ എപ്പോഴും ഏത് സമയത്ത് ചെയ്യണം എന്ന് പറയുന്ന ധാരണയോട് കൂടി ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു മിസ്റ്റേക്കാണ് ഒട്ടും റെസ്റ്റ് ടൈം കൊടുക്കാണ്ട് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, നമ്മൾ ഇതൊന്നും ഫോളോ ചെയ്യാണ്ട് നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും ഒക്കെ ഒരുപോലെ തന്നെ ക്ഷീണിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് വേണമെന്ന് തോന്നും. അപ്പോൾ ചില ആളുകൾ അത് ഒന്നും ഓർക്കാണ്ട് അഥവാ റെസ്റ്റ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് സമയം ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടാസ്ക് തന്നെ മാറ്റി വെച്ചിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകളാണെങ്കിൽ സ്ട്രിക്റ്റായിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റെസ്റ്റ് ടൈമിന് ഒരു പ്രാധാന്യം കൊടുക്കാണ്ട് ആ ചെയ്ത് തീർക്കാനുള്ള ടാസ്ക് എളുപ്പം ചെയ്തു തീർക്കും. അപ്പോൾ അന്നത്തെ ഡേ ഫുൾ അവർക്ക് ചിലപ്പോൾ റെസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അടുത്ത ദിവസം അവരുടെ വർക്കിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ ഒട്ടും റെസ്റ്റ് എടുക്കാണ്ട് ജോലി ചെയ്യുന്നതും ഒട്ടും നല്ല കാര്യമല്ല. രണ്ടും ഒരുപോലെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു ഫ്രീ ടൈം കൂടി കൊടുത്തിട്ട് വേണം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ എന്ന് പറയുന്നത്.
ഫ്രീ ടൈമൊക്കെ കൊടുത്ത് ആവശ്യത്തിന് റിലാക്സേഷനുള്ള ടൈമൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും. അത് ചെയ്യാം, അത് കഴിയുമ്പോൾ ഇത്ര സമയം കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റ് ടൈം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. നമുക്ക് ഫോൺ നോക്കണമെങ്കിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും കുറച്ച് നേരം സംസാരിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ആ ചെയ്യാനുള്ള ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ എന്ന് പറയുന്നൊരു ചിന്തയുണ്ടാവും. ചെയ്യാനുള്ള കാര്യത്തിന് ഉത്സാഹം കൂടും. അതുപോലെ തന്നെ നമുക്കത് കഴിഞ്ഞിട്ടൊരു റിലാക്സേഷന് ടൈം കിട്ടും. അത് നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ ഒരുപോലെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ 100% ആ ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുക. റെസ്റ്റ് ടൈം ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് വേണം ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനായിട്ട് ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.